كله ولو كره المشركون يا سيد الأبرار حبك في دمي نهر على نحر الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون صدق الله مولانا العظيم بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم ആദരണീയരായ ഖത്തീബ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ, ബഹുമാനികളായ കാരണവന്മാർ, സ്നേഹനിധികളായ ഉമ്മബങ്ങന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൊച്ചുമക്കൾ, ഏറെ ശ്രേഷ്ഠമായ ഒരു സദസ്സിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാനിൻ്റെ മുമ്പുള്ള ദിവസങ്ങളിൽ ഇതുപോലെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കും, ഖദ് അഹല്ലക്കും ശഹ്റുൽ അദീം, നിങ്ങൾക്കിതാ മഹത്തായ മാസം സമാഗതമാകാനിരിക്കുകയാണ്. ഏറെ ശ്രേഷ്ഠമായ ഒരു മാസം നിങ്ങളിലേക്ക് വിരുന്നെത്തുകയാണ്. സാധാരണ മാസങ്ങൾ പോലെ റമദാൻ നമുക്കാകാൻ പാടില്ല. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം, റമദാനും റമദാൻ അല്ലാത്ത സമയവും നമുക്ക് സമമാകാൻ പാടില്ല. റമദാനിന് മുമ്പ് തന്നെ മാനസികവും ശാരീരികവുമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ശാരീരികമായ ഒരുക്കങ്ങൾ, പാരിസ്ഥിതികമായ വീട് ശുദ്ധീകരിക്കുക, നനച്ചുകൂടി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. നനച്ചുകൂടിയില്ല എന്നാണ് കൊല്ലത്ത് പോയിട്ട് നനച്ചുകൂടിയാണ് മനസ്സിലായത്. നനച്ചുകൂടി ബറാഅത്തിനോടനുബന്ധിച്ച് വീടും പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കി. അതിനടിസ്ഥാനം ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. നമ്മൾ ഓതുന്നതാണ്. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത മലക്കുകൾ ആ രാത്രിയിൽ അവതരിക്കുന്നു എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള മലക്കുകൾ അവതരിക്കുന്ന രാത്രി റമദാനിലുണ്ട് എന്നാണ്. اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار. നമ്മൾ തറാവീഹ് കഴിഞ്ഞാൽ തുറക്കുന്ന ദുആ ആണ്.
അല്ലാഹുവേ, റമദാനിലുള്ള ഓരോ രാത്രിയിലും നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പരകോടി മനുഷ്യർ ഓരോ രാത്രികളിലുമുണ്ട്. ഞങ്ങളെ ആ മോചിതരിൽ പെടുത്തണം എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. എല്ലാ രാത്രികളിലും അങ്ങനെ ദിവസങ്ങളുണ്ട്, അവസരങ്ങളുണ്ട് എന്നാണ്. അപ്പൊ മലക്കുകൾ അവതരിക്കുന്ന, മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയിൽ, മലക്കുകളുടെ അവതരണമുള്ള മാസത്തിൽ നമ്മുടെ വീടുകളിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മളിലേക്കുമെല്ലാം ഉണ്ടാകണമെങ്കിൽ വൃത്തിയും ശുദ്ധിയും വേണം. അന്നദാഫത്തു ശത്റുൽ ഈമാൻ, അത്വഹാറത്തു നിസ്ഫുൽ ഈമാൻ എന്നൊക്കെ ഹദീസിലാണ്. വൃത്തി ഈമാനിന്റെ പകുതിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഗസാലി ഇമാം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇഹ്യയിൽ വളരെ വിപുലമായ വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. വൃത്തി എന്നാൽ കേവലമായ വെള്ളം കൊണ്ട് ശരീരം മാലിന്യങ്ങൾ വൃത്തിയാക്കൽ മാത്രമല്ല, അത് വളരെ സുഖമാണ്. അങ്ങനെ ഈമാനിന്റെ പകുതി കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഈമാനിന്റെ പകുതി സമ്പാദിക്കാൻ കഴിയും. അത് വേണം. അത് ഈ നവാഫത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ്, ശാരീരികമായ ശുദ്ധി വരുത്തുക എന്നുള്ളത്. സൂറത്തുൽ ദുഹായുടെ അവതരണ പശ്ചാത്തലത്തെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതാണ്ട് 40 ദിവസത്തോളം, ചില അഭിപ്രായങ്ങളിൽ 20 ദിവസം 7 ദിവസം എന്നൊക്കെ ഉണ്ട്, വഹി വന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി അവതരിച്ചില്ല. അപ്പൊ ശത്രുക്കളൊക്കെ കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പിണങ്ങിയിട്ടുണ്ട്, ഇനി അങ്ങനെ വഹിയൊന്നും അവതരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാൻ തുടങ്ങി. ചില ആളുകൾ വന്നിട്ട് എന്തേ പറ്റിയത്, നിന്റെ അടുത്ത് വരുന്ന പിശാചിപ്പം വരാറില്ല എന്ന് ചോദിക്കലുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അവതരിക്കാത്തതിന്റെ കാരണം ചില സ്വഹാബികൾ വന്നിട്ട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബികളോട് പറഞ്ഞ മറുപടി ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരണത്തിൽ പറയുന്നുണ്ട്. കൈഫ യൻസിലു അലയ്യൽ വഹ്യു വഅൻതും ലാ തംഖൂന റവാജിബകും വലാ തഖുസ്സൂന ശവാരിബകും. എങ്ങനെ എനിക്ക് വഹി ഇറങ്ങാം? നിങ്ങൾ വൃത്തിയാക്കേണ്ടിടത്തൊന്നും വൃത്തിയാക്കുന്നില്ല, മീശകളൊന്നും ചുണ്ടിനോട് അടുപ്പിച്ച് വെട്ടിയൊപ്പിക്കുന്നില്ല, കളയേണ്ട രോമങ്ങളൊന്നും വൃത്തിയാക്കുന്നില്ല, വീട്ടുകളിൽ നിന്ന് നജസ്സുകളെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ മലക്ക് വരിക? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവതരിക്കുന്നതിനത് തടസ്സമാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വേറൊരു റിപ്പോർട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിനകത്തേക്ക് ഒരു ജീവി കടന്നുപോയി. ആ ജീവി അവിടെ ചത്തുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കട്ടിലിന്റെ ചുവട്ടിൽ. അപ്പൊ അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി അവതരിച്ചില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങൾ അതിനെ വൃത്തിയാക്കി അതിനെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചത് എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് വൃത്തി ഉണ്ടാവുക, മാലിന്യങ്ങളിൽ നിന്ന്, നജസ്സുകളിൽ നിന്ന് നമ്മുടെ വീടും പരിസരങ്ങളും എല്ലാം വൃത്തി ഉണ്ടാവുന്നത് മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ ഏറെ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകൾ റമദാന്റെ മുന്നോടിയായി വീടും പരിസരങ്ങളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കുക. നജസ്സുകൾ ഉണ്ടാവാൻ പാടില്ല. ആളുകൾ ചിലപ്പോൾ നല്ല കാണുന്ന ചളിയും മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കും, പക്ഷെ നജസ്സിനെ കുറിച്ച് അത്ര ജാഗ്രത ഉണ്ടാവില്ല. കുട്ടികൾ മൂത്രമൊഴിച്ചാൽ അത് ശുദ്ധീകരിക്കേണ്ട രൂപം അറിയില്ല. നമ്മുടെ അമലുകൾ പോലും പലപ്പോഴും ബാത്തിലാക്കി പോകുന്ന രൂപത്തിലാണ് പലപ്പോഴും നജസ്സിന്റെ ശുദ്ധീകരണമൊക്കെ ഉണ്ടാകുന്നത്. കുട്ടികൾ മൂത്രമൊഴിച്ചാൽ ആ മൂത്രത്തെ ഒപ്പിയെടുത്ത് അത് വറ്റിയതിന് ശേഷം ആ മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം അവിടെ ഒഴിച്ചിട്ട് അത് തുടച്ചെടുത്താലേ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ ആ മൂത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാലും ആ മൂത്രം അങ്ങനെ തന്നെ തുടച്ച് ആ തുടച്ച മൂഫ് കൊണ്ട് മൊത്തത്തില് വീട് മൊത്തം തുടച്ചാൽ ആ നജസ് മൊത്തം വീട്ടിലൊക്കെ ആയി. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നതിനൊക്കെ തടസ്സമാണ്. അപ്പോൾ നജസ് ശുദ്ധിയാക്കണം, മാലിന്യങ്ങൾ ശുദ്ധിയാക്കണം, വൃത്തി വരുത്തണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. ഇത് നമ്മളൊക്കെ വീട്ടിൽ ചെയ്യുന്നതാണ്. റമദാന്റെ മുന്നോടിയായി പള്ളികൾ അലങ്കരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫകാന അവ്വല മൻ അദ്ഖല ഇനാറത്തുൽ മസ്ജിദ്
وجمع الناس على صلاة التراويح. മദീനയിലെ പള്ളികളെല്ലാം നല്ല വിളക്കണിയിച്ചുകൊണ്ട് മനോഹരമാക്കുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റമദാനിന്റെ മുമ്പ് തന്നെ മസ്ജിദുൻ നബവിയും മസ്ജിദുൽ ഖുബാവും ഖിബ്ലതൈനിലുമെല്ലാം നല്ല വിളക്കണിയിച്ചിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, നാളെ മുതൽ റമദാനാണ്, നല്ല പള്ളിയിൽ ഹയാത്താക്കാൻ ഉണ്ടാകണം. ഫകാന അവ്വല മൻ അദ്ഖല ഇനാറത്തുൽ മസ്ജിദി വജമഅ അന്നാസ അലാ സ്വലാത്തി തറാവീഹ്. തറാവീഹിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പിന്നെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയവർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. തങ്ങളുടെ കാലത്ത് എല്ലാവരും തറാവീഹിന്റെ പള്ളിയിൽ കൂടും. ഫർദാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ തങ്ങൾ നിർത്തലാക്കി. പിന്നെ രണ്ടാമത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തുടങ്ങുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റമദാനിനോടനുബന്ധിച്ച് പള്ളിയും പരിസരങ്ങളും എല്ലാം നല്ല വൃത്തിയാക്കി വിളക്കണിച്ച് മനോഹരമാക്കി, വിളക്കും പെയിന്റും ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കും. പക്ഷെ പള്ളിയിൽ ആളുണ്ടാകാതെ വരുന്നത്. ഖറജ അലിയ്യുൻ അവ്വല ലൈലത്തിൻ മിൻ റമദാൻ റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ فالقناديل تجهر وكتاب الله يتلى في المساجد. പള്ളികളിലൊക്കെ വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ പള്ളിയിൽ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, ഖുർആനോത്തിൽ മുഴുകുകയാണ്. അഥവാ നേരത്തെ തന്നെ ഖുർആൻ ഓതാനും പള്ളികളും വീടുകളും പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കാനും നല്ല ജാഗ്രത പുലർത്തുന്നവരായിരുന്നു സ്വഹാബികളും സലഫ് സ്വാലിഹുകളും. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ സ്വഹാബത്ത് കണ്ടിരുന്ന ഒരു പ്രവണതയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ എങ്ങനെയാണ് റമദാനിന് ഒരുങ്ങാറുള്ളതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് പറയുന്ന മറുപടിയാണ്, കുന്നാ നഖാഫു അൻ നസ്തഖ്ബില ഹിലാല റമദാൻ. റമദാനിന്റെ മാസപ്പിറവി കാണുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. നാളെ റമദാനാകുമോ എന്ന പേടിയാണ്. ആ പേടി നമുക്കുണ്ട്. എന്താ പേടി? നാളെ മുമ്പിൽ കണ്ടില്ല എന്നുള്ള പേടിയാണ്. എന്നാൽ നാളെ റമദാനാകുമോ, മാസപ്പിറവി കാണുമോ എന്ന പേടി ഞങ്ങൾക്കുണ്ടാകുമായിരുന്നു. ഞങ്ങളുടെ കൽബിൽ വല്ല പകയോ വിദ്വേഷമോ അസൂയയോ കിബറോ മറ്റു വല്ലതും അവശേഷിക്കുമോ, അങ്ങനെ ഞങ്ങൾക്ക് റമദാനിൽ കടക്കേണ്ടി വരുമോ എന്ന പേടി ഞങ്ങളുടെ കൽബിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റമദാനിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഒന്നാമത്തെ കാര്യമായി സലഫു സ്വാലിഹ്യങ്ങൾ പറയുന്നത്, ഫലാ തദ്ഖുൽ റമദാനൽ ജദീദ ഇല്ലാ വഖദ് തുബ്ത മിനദ് ദുനൂബ്. പാപങ്ങളിൽ നിന്ന്, വിദ്വേഷങ്ങളിൽ നിന്ന്, പകയിൽ നിന്ന് മുക്തമായ കൽബോടുകൂടെ അല്ലാതെ റമദാനിലേക്ക് നിങ്ങൾ കടക്കാൻ പാടില്ല എന്ന് പറയുന്നു. നമ്മൾ റമദാൻ ആകാൻ നിൽക്കുകയാണ് നന്നാവാൻ. റമദാൻ ആകാൻ കാത്തിരിക്കുകയാണ് ഖുർആൻ ഓതി തുടങ്ങാൻ. കഴിഞ്ഞ റമദാനിൽ ഖുർആൻ ഓതിയിട്ട് എടുത്തു വെച്ചതാണ്. ഇനിയിപ്പോ അടുത്ത റമദാൻ ആകണം പൊടി തട്ടിയിട്ട് എടുക്കാൻ. എന്നാൽ റമദാനിന്റെ മുമ്പ് തന്നെ റമദാനിന് വേണ്ടി ഒരുക്കണം. കഴുകി വൃത്തിയാക്കിയ പാത്രത്തിലല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. കാരണം അതിൽ ഭക്ഷണം കഴിക്കുമ്പോഴേ നമുക്ക് നല്ല സമാധാനം, മനസ്സമാധാനവും, അതുമാണ് ഒന്നുകൂടി ഹൈജീനിക്കായ ഭക്ഷണം നമുക്ക് കഴിക്കാനും കഴിയുകയുള്ളൂ. എന്ന പോലെ ശുദ്ധമായ ഹൃദയത്തിലേക്കാണ് റമദാനിനെ നമ്മൾ എത്തിക്കേണ്ടത്. അബൂബക്കറിൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, റജബ് മാസത്തിൽ മനസ്സിനെ, ഖൽബിനെ ഉഴുതുമറിച്ച് അതിനെ പാകപ്പെടുത്തിയെടുത്ത് ശഅബാനിൽ അമലുകൾ കൊണ്ട് അതിനെ ഒന്ന് ജീവസുറ്റതാക്കി റമദാനിൽ കൂടുതൽ ആരാധനക്ക് ഭാഗമാക്കുന്ന ഖൽബാക്കി ആ ഹൃദയത്തെ മാറ്റിയെടുക്കണം എന്നാണ് അബൂബക്കറിൽ റളിയല്ലാഹു അൻഹു പറയുന്നത്. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉനിയയിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ഖുസ്സ റജബുൻ ബിൽ ഇസ്തിഗ്ഫാരി വശഅബാൻ ബിസ്സലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് മാസം ഇസ്തിഗ്ഫാർ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട മാസമാണ്. ശഅബാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്.
ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കാനുള്ള രണ്ട് ആരാധനകളാണ്. നമ്മളെ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം അതിലുണ്ട്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ കുറിച്ച് പറയുന്നത് ذاك شهر يغفل الناس بين رجب ورمضان. റമദാനിലും റജബിനും ഇടയിൽ ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. ധാരാളം മഹത്വങ്ങൾ അതിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാസത്തിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കണം. നല്ല തഖ്വയാണ് ഖൽബിൽ ഉണ്ടാകേണ്ടത്. ഹബ്ബിബ് നഫ്സക വഅൽസിംഹ തഖ്വ മുൻദു ശഅബാൻ. ശഅബാൻ മാസം മുതൽ തന്നെ ഖൽബിനെ തഖ്വ പരിശീലിപ്പിക്കണം എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് അതാണ്. കാരണം നോമ്പിന്റെ ലക്ഷ്യം നമ്മുടെ ഖൽബിൽ തഖ്വയുണ്ടാകലാണ്. തഖ്വ എന്നാൽ അല്ലാഹു കൽപ്പിച്ചത് അനുസരിക്കുക, ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അല്ലാഹു കൽപ്പിച്ചതിനെ അനുസരിക്കുകയും വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യരാകണം. അതാണ് റമദാൻ മാസത്തിൽ നമ്മുടെ ഖൽബിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനം. എന്താവണം? റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുന്ന, തിന്മകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടാകണം. അതാണ് ആദ്യത്തെ നമ്മുടെ റമദാനിന്റെ ലക്ഷ്യം. ഒരുപാട് റമദാനുകൾ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ റമദാനുകളെല്ലാം ഫലപ്രദമായ നിലക്ക് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു വഴിയാണ് നമ്മളിൽ എത്രമാത്രം തഖ്വ ഉണ്ടായിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതി. റമദാനിലൊക്കെ നല്ല സജീവമായിരിക്കും ആളുകൾ. ചിലപ്പോൾ റമദാൻ ഒന്നായാൽ പിന്നെ ഒരു സ്പെഷ്യൽ തൊപ്പിയും താടിയും ഒക്കെ വെച്ച് പള്ളികളിലൊക്കെ മുഴുവൻ സജീവമായിരിക്കും. നല്ലത് തന്നെ. ആ റമദാൻ സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് അതിന് ശേഷമുള്ള കാലത്ത് അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം അവർക്ക് സാധിക്കും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു വിജയത്തിന്റെ കാരണമാണ് മരണത്തിന്റെ നേരത്തെ ആഖിബത്ത് നന്നാവണമെങ്കിൽ തഖ്വ വേണം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം തഖ്വയുള്ളവർക്കാണ്, അല്ലാത്തവർക്ക് വിജയം ഉണ്ടാവില്ല. മരിക്കുന്ന നേരത്തെ ഈമാൻ സലാമത്താകണമെങ്കിൽ തഖ്വയുണ്ടാകണം. തഖ്വയുടെ 4 സ്റ്റേജുകൾ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ശിർക്കിനെ തൊട്ട് സൂക്ഷിക്കുക. അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നത് തഖ്വയാണ്. നമ്മളാരും പങ്കു ചേർക്കണില്ലല്ലോ എന്ന് പറയും. ശിർക്ക് 2 രൂപത്തിലുണ്ട്. ശിർക്ക് ഖഫീയ്, ശിർക്ക് ജലിയ് എന്ന് പറയുന്ന 2 ശിർക്കുകൾ. പരസ്യമായ വ്യക്തമായ ശിർക്ക്, അവ്യക്തമായ ശിർക്ക്. അവ്യക്തമായ ശിർക്ക് എന്ന് പറഞ്ഞാൽ റിയാദ്, മറ്റുള്ളവർ കാണാൻ വേണ്ടി അമൽ ചെയ്യുന്നത് ചിലപ്പോൾ അവ്യക്തമായ ശിർക്കുകളിൽ പെടും. കാരണം ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. നമ്മൾ പല അമലുകളും ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അവര് കാണാൻ, അവരെന്തെങ്കിലും പറയാൻ. പക്ഷെ അതൊന്നും പാടില്ല. ഏത് അമലുകൾ കൊണ്ടുമുള്ള താല്പര്യം പടച്ചവനോടുള്ള ഒരു ബന്ധവും അവന്റെ പൊരുത്തവുമല്ലാതെ വേറൊന്നും ഒരു ഇബാദത്ത് കൊണ്ടും ആഗ്രഹിക്കാൻ പാടില്ല. അവര് നല്ലത് വിചാരിക്കട്ടെ, അവര് കാണട്ടെ എന്നുള്ള വിചാരങ്ങൾ വന്നാൽ അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ഇബാദത്തുകൾക്ക് പകരം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരായി മാറിപ്പോകും. അത് നമ്മളിൽ ഉണ്ടാകരുത്. സൂക്ഷിക്കണം, തഖ്വ വേണം. രണ്ടാമത്തേത് സവാഹിറുകളിൽ നിന്ന്, കബാഹിറുകളിൽ നിന്ന്, വൻകുറ്റങ്ങളിൽ നിന്ന്, ചെറുദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. അത് തഖ്വയാണ്. ചെറുദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മനസ്സിൽ ഒരു വെറുപ്പ് വേണം. അതിനോട് താല്പര്യമുണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ആലോചിച്ചുകൊണ്ട് വിട്ടുനിൽക്കാൻ കഴിയണം. അത് തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ്. മൂന്നാമത്തേത്
വറഉണ്ട്, വറആണ് അഥവാ സൂക്ഷ്മത ഉണ്ടാകണം. വറഉൽ മുസ്ലിം മിനൽ മുസ്തശാബിഹാതി മുസ്തബിഹാതി അഥവാ സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. സംശയം ഹലാലാകാനും സാധ്യതയുണ്ട്, ഹറാമാകാനും സാധ്യതയുണ്ട്. ഒഴിവാക്കുക. തഖ്വയുടെ മൂന്നാമത്തെ സ്റ്റേജാണ്. നാലാമത്തേത് മുബാഹ് ഹലാലായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. അത് തഖ്വയാണ്. തഖ്വയുടെ 4 സ്റ്റേജുകളുണ്ട്. ഹലാലായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സമയം നമുക്ക് വെറുതെ പോവാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയില്ല, കുറ്റമില്ല. ഒഴിവാക്കിയാലും കൂലിയില്ല, കുറ്റമില്ല. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ സമയം പോക്കാണല്ലോ. അപ്പൊ അതിൽ നിന്നും വിട്ടു നിൽക്കലും തഖ്വയുടെ ആലാ മർത്തബകളിൽ പെട്ടതാണ് എന്ന് ഇമാംമാർ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ സമീപിക്കുന്ന, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ജാഗ്രത നമുക്കൊക്കെ ഉണ്ടാകണം. ഈ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞല്ലോ, ലഅല്ലകും കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അപ്പൊ പട്ടിണി കിടന്നാൽ പോരാ. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാ കൊല്ലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിലക്ക് റമദാനിലെ നോമ്പ് ഇക്കൊല്ലം നമുക്ക് നോൽക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വെറുതെയുള്ള പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പ് എന്ന് പറയുന്നത്. മല്ലം യദഅ ഖൗല സൂരി വൽ ജഹല വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. വെറുതെ ഇങ്ങനെ വർത്താനങ്ങൾ പറയുന്നു, ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, മോശത്തരങ്ങൾ പ്രവർത്തിക്കുന്നു, തെറ്റ് ചെയ്യുന്നു, ഹറാമ് കാണുന്നു, അങ്ങനെയുള്ളവർ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത് അല്ലാഹുവിന് ആവശ്യമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നോമ്പ് നമ്മുടെ വായക്ക് വേണം, നോമ്പ് നാവിന് നോമ്പ് വേണം, കണ്ണിന് നോമ്പ് വേണം, കാതിന് നോമ്പ് വേണം. പട്ടിണി കിടന്നാൽ മാത്രം പോരാ, കണ്ണിന് നോമ്പ് വേണം. കണ്ണുകൊണ്ട് ഹറാമുകൾ നോമ്പിന് പ്രത്യേകിച്ച് നോക്കാൻ പാടില്ല. നാവ് കൊണ്ട് ഹറാമുകൾ പറയാൻ പാടില്ല. വാ കൊണ്ട് ഹറാമുകൾ നമ്മൾ സംസാരിക്കരുത്. കൈ കൊണ്ട് ഹറാമ് പിടിക്കരുത്. ചിന്തകൾ ഹറാമിലേക്ക് പോകാതെ നിയന്ത്രിക്കണം. അങ്ങനെ എല്ലാറ്റിലും നോമ്പുണ്ടാകുമ്പോഴാണ് ഈ പറയപ്പെട്ട തഖ്വ നമ്മളിൽ ഉണ്ടായിത്തീരുക. അതിനെന്ത് വേണം? രണ്ടാമത്തെ കാര്യമായി മഹത്തുക്കളായ സലഫ് സ്വാലിഹുകൾ പറയുന്നത്, ലാ തബ്ദഅ അയ്യ അമലിൻ ഇല്ലാ വഖദ് അസ്ലഹത നിയ്യതക. മറ്റന്നാളോ അതിന്റെ പിറ്റേന്നോ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പക്ഷേ സലഫ് സ്വാലിഹുകൾ പറയുന്നു, റമദാനിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് തന്നെ കൃത്യമായ പ്ലാനിങ്ങുകൾ നമ്മളിൽ ഉണ്ടാകണം. സ്വാലിഹായ നിയ്യത്തുകളില്ലാതെ റമദാനിലേക്ക് കടക്കരുതെന്നാണ്. വലിസാലിഹിൻ നിയ്യാതി കുൻ മുതഹർരിയാ മുതകസ്സിറൻ മിൻഹാ വറാഖിബ് വഖ്ശഈ. മറ്റന്നാള് റമദാനാകുമ്പോൾ എൻ്റെ റമദാൻ എങ്ങനെയാകണം എന്ന കൃത്യമായ പ്ലാനിങ്ങുകൾ നമുക്കില്ലാതെ റമദാനിലേക്ക് കടക്കരുത്. കാരണം സലഫ് സ്വാലിഹീങ്ങളുടെ അമലുകളെ പറ്റി അഇമ്മത്ത് രേഖപ്പെടുത്തുന്നത് കാണാം. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കാനൂ യതഅല്ലമൂന നിയ്യത ലിൽ അമലി കമാ തതഅല്ലമൂന അൽ അമൽ. അമലുകൾ ചെയ്യാനുള്ള നിയ്യത്തുകൾ അവരെഴുതി വെച്ച് പഠിക്കാറുണ്ടായിരുന്നു എന്നാണ് സുഫിയാൻ സൗരി തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ റമദാൻ എങ്ങനെയാകണം എന്ന കൃത്യമായ പ്ലാനിങ്ങുകൾ ഉണ്ടാകണം. അങ്ങനെ എഴുതി വെച്ച് തന്നെ കയറണം. കൃത്യമായ പ്ലാനിങ്ങുകളോടുകൂടെ അല്ലാതെ റമദാനിലേക്ക് നിങ്ങൾ കടക്കരുത്. നല്ല പ്ലാനിങ്. ഈ റമദാനിൽ ഞാൻ 5 ഖത്മെങ്കിലും ചുരുങ്ങിയത് തീർക്കും എന്ന തീരുമാനമുണ്ടാകണം. ആഗ്രഹമല്ല. ആഗ്രഹം എല്ലാവർക്കും അല്ലേ? സ്വർഗത്ത് കിടക്കാൻ ആഗ്രഹമുള്ളവർ കൈവന്തിക്കുക. സ്വർഗത്ത് കിടക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും ആഗ്രഹം.
തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ കൈബന്ധിക്കും. ആഗ്രഹമുള്ള എല്ലാവരും നിസ്കരിക്കുന്നവർ പൊന്തിക്കാൻ പറഞ്ഞാൽ ഇത്ര പൊന്തിക്കില്ല. ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ആഗ്രഹത്തിന് പ്രസക്തി ഇല്ല. ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ കൊല്ലവും എല്ലാ ആഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ട്. എല്ലാ തറാവിയും ഒക്കെ മുഴുവനായിട്ട് നിസ്കരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹത്തിന് ഇംഗ്ലീഷിൽ അംബിഷൻ. വാട്ട് ഈസ് യുവർ അംബിഷൻ? സ്കൂളിൽ കുട്ടികളുണ്ട്. അപ്പൊ കുട്ടികൾ പറയും ഡോക്ടർ ആവണം, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, എൻജിനീയർ എന്നൊക്കെ പറയും. അവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ കൂലിപ്പണിക്ക് പോകണമല്ലൊക്കെ അങ്ങനെ പറഞ്ഞാല് അത് ആഗ്രഹമാണ്. ഓരോ കൊല്ലം ഓരോന്നിനെ നമ്മളൊക്കെ പറയും. ഓരോ കൊല്ലം 8ാം ക്ലാസ്സിൽ നിന്ന് വെക്കുമ്പോൾ ഒന്നാ പറഞ്ഞു. ആഗ്രഹങ്ങൾ പലതുണ്ട്, അതൊന്നും ആവില്ല. പിന്നെ ആകുന്നത് എന്താണ്? തീരുമാനങ്ങൾ, ഡിസിഷൻ വേണം. ഡിസിഷൻ ഒരു കാര്യം നടക്കണമെങ്കിൽ തീരുമാനം ഉണ്ടാകണം. തീരുമാനമാണെങ്കിൽ നേരത്തെ കാലക്കൂട്ടി തന്നെ തീരുമാനിക്കണം. മറ്റന്നാൾ റമദാനാണോ, എന്നാ പിന്നെ നമുക്ക് കയ്യാണെങ്കിൽ നോക്കാം. നമുക്ക് നാളെ മാസം കാണൂല. കാണുകയാണെങ്കിൽ 1 കിലോ മൈസൂർ പഴം വാങ്ങി പോകാനുള്ള നിലപാടായിരുന്നു. നേരത്തെ കാലം കൂട്ടി ശക്തിന്റെ ദിവസമാകുമ്പോൾ പള്ളിയിൽ തന്നെ നേരത്തെ അതിനുള്ള തയ്യാറെടുപ്പോടു കൂടി നമ്മൾ കാത്തിരിക്കണം. റമദാനെ വരവേൽക്കാൻ വല്ലുതന റമദാൻ എന്ന് പറഞ്ഞാലല്ലേ നമ്മളെ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ മാസം കാണാതെ മതിയിരുന്ന പിന്നെ നാളെ ഒന്നുകൂടി റെഡിയായിട്ട് നോമ്പാവാൻ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. പക്ഷെ ഒരുങ്ങി തയ്യാറായി കാത്തു നിൽക്കണമെങ്കിൽ റമദാന്റെ മുമ്പ് നമ്മൾ പുരക്കാരൊക്കെ കൂടിയിരുന്നിട്ട് നമുക്ക് റമദാനിന്റെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. എല്ലാവരും തീരുമാനിക്കാം. 4 മണിക്ക് എണീക്കുക, 5:30 എണീക്കുക, 4 മണിക്ക് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അത്താഴം കഴിച്ച് ഖുർആൻ ഓതുക, സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുക, ജമാഅത്തായി നിസ്കരിക്കുക. അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഇങ്ങനെ എഴുതി തീരുമാനങ്ങൾ ഉള്ള റമദാനായാൽ ആ റമദാനിൽ അല്ലാഹു യുരീദാ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമാ, തീരുമാനം എടുത്താൽ അല്ലാഹു അതിനുള്ള 70 വാതിലുകൾ തുറന്നു തരുന്നു. അപ്പൊ നമുക്ക് ഈ റമദാനിൽ ഒരുപാട് തീരുമാനങ്ങളുടെ റമദാനാകണം. ആഗ്രഹങ്ങളുടെ റമദാനല്ല. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഞാൻ വീണ്ടും പറയാം, ആഗ്രഹങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല നമുക്ക് കാര്യങ്ങൾ നടക്കാത്തത്, തീരുമാനങ്ങളില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരും കൂടിയിട്ട് തീരുമാനങ്ങളുടെ റമദാൻ ഉണ്ടാക്കണം. നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാകണം. അതാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ ഫതഹ ലില്ലാഹി ബാബ നിയത്തിൻ വാഹിദത്തിൻ ഫതഹ അല്ലാഹു ലഹു 70 അബ്വാബൻ മിനത് തൗഫീഖ്. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു തീരുമാനത്തെ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ചെയ്യാനുള്ള 70 വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. 70 കാരണം ഇപ്പൊ ഖുർആൻ ഓതണം എന്നൊരു തീരുമാനം എടുത്തവരാണ്. അപ്പൊ അയാൾക്ക് ആരോഗ്യം, സമയം, മനസ്സ് ഒക്കെ അങ്ങനെ തുടങ്ങി 70 കാരണങ്ങൾ അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുക്കും എന്ന് ജുനൈദുൽ ബഗ്ദാദി തീരുമാനമാണ്. തഹജ്ജുദ് നിസ്കരിക്കണം എന്നുണ്ടാവും, എന്നിട്ട് രാത്രി നേരം വൈകി കിടന്നുറങ്ങും, എന്നിട്ട് സുബ്ഹി ബാങ്ക് കൊടുക്കും വേണ്ടി. അതുകൊണ്ട് കാര്യമില്ല. തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് തീരുമാനമുള്ളവരാണെങ്കിൽ അത് എഴുന്നേൽക്കാനുള്ള എല്ലാ മുൻകരുതലുകളും കരുതി വെക്കണം. അതിന് നേരത്തെ കാലക്കൂട്ടി നമ്മുടെ റമദാൻ, എന്റെ റമദാൻ, റമദാൻ എന്ന് പറയുന്ന ഒരു ടൈം ടേബിൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവണം. വീട്ടുകാരെല്ലാവരും കൂടിയിരിക്കുക, എന്നിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാക്കുക. ഇതൊന്നും ഒരു മോശമല്ല. എന്താ സ്കൂളിൽ ഹോംവർക്കാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇതൊക്കെ പഴയ കാലം മുതൽ തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാൻ പഠിക്കുമായിരുന്നു. ഒരുപാട് നിയ്യത്തുകൾ, ഒരുപാട് തീരുമാനങ്ങൾ അവർ എടുത്തു വെക്കുമായിരുന്നു എന്നാ പറയുന്നത്. മൂന്നാമത്തേത് പറയുന്നത്, റമദാനിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഖൽബുൻ സലീമ് വേണം. സലീമായ ഖൽബ് വേണം. സലീമായ ഖൽബ് എന്ന് പറഞ്ഞാൽ ഫ്രീ മൈൻഡഡ്. ഇപ്പൊ ഇതുവരെ റമദാനാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് പലപ്പോഴും നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. റമദാനാണ് എന്നൊരു ആലോചനകളിലേക്ക് എത്തിപ്പോ നമ്മൾ ചെയ്യുന്ന പണികൾ ചെയ്ത് ഇങ്ങനെ പോവാം. നാളെ റമദാനാണെങ്കിൽ തലേന്ന് വന്നപ്പോ നാളെ റമദാനാണ്, നാളെ ഇപ്പൊ ലൈനിൽ പോകണല്ലോ എന്ന് ചിന്തിക്കാവും. റമദാനിൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റൂല.
റമദാൻ നമുക്ക് പരമാവധി ഫ്രീ ഉണ്ടാകുന്ന മുഴുവൻ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വസ്ഥമായി ചെയ്യാൻ കഴിയണം. 21 ഖുർആൻ ഓതാനിരുന്നാൽ അവിടെ ഫോണാണ്. സ്വസ്ഥമായി ഒന്ന് ഫോൺ ഒന്ന് ഖുർആൻ ഓതാൻ, ഒരു ജുസ്ക്ക് മര്യാദക്ക് ഇരുന്ന് ഓതാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. തറാവിക്ക് നിന്നാലും പിന്നെ ചിന്തകൾ പലതാണ്. ഇപ്പൊ നാളെ രാവിലെ തന്നെ എണീറ്റ് പോകണല്ലോ എന്ന ആലോചനയാണ് തറാവിയിൽ നിൽക്കുമ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകുന്നത്. ഇതാവുമ്പോൾ നമുക്ക് റമദാൻ ഒരു സ്വസ്ഥമായി ഫ്രീ മൈൻഡഡ് ആയിട്ട് റമദാനെ ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് റമദാനിന്റെ മുമ്പ് തന്നെ നമ്മുടെ ജോലികളിലെല്ലാം ഒരു ചിട്ട നമ്മൾ വരുത്തി വെക്കണം. ഇന്നും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് റമദാനാണ് വരാൻ പോകുന്നത്, എൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് നമുക്ക് സ്വസ്ഥത ഉണ്ടാവും. നമ്മൾ തീരുമാനിക്കും പള്ളിയിൽ ഞാൻ മൊബൈൽ ഫോൺ ആയിട്ട് വരില്ല, സമാധാനം ഉണ്ടാവും. മറ്റേത് ഓരോ തറാവേയും 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എടുത്ത് നോക്കി എന്തൊക്കെ മെസ്സേജ് വന്നത്, സ്വസ്ഥത ഇല്ല. ഫ്രീ ആയിട്ട് നമുക്ക് സ്വസ്ഥമായ ഫ്രീ മൈൻഡായി നമുക്ക് റമദാനിനെ ഉപയോഗപ്പെടുത്തും. ഒരു ഖത്മ ഖുർആൻ ഓതാൻ, ഒരു ജുസ്ദ് ഖുർആൻ ഓതാൻ ഒരു ദിവസം കഴിയില്ല. കാരണം എന്തെങ്കിലും ഒരു മെസ്സേജ് വരും, അത് എടുത്ത് നോക്കൂ, അതിൻ്റെ അടുത്ത് നോക്കൂ, സ്റ്റാറ്റസ് നോക്കൂ, യൂട്യൂബ് ലിങ്ക് വരും, അത് പോവും, യൂട്യൂബ് റെക്കമെൻഡഡ് ഫോർ യു, അത് പോയി ഖുർആൻ കയ്യിൽ പിടിച്ച് ഓതാൻ വേണ്ടി ഇരുന്നത് ഇനി സമയം പോയതാണ് എന്ന് പറയും. റമദാൻ 30 ആയാലും ഒരു ഖത്മ ഓതി തീർന്നിട്ടില്ല. അപ്പൊ നല്ല ഫ്രീ ഉണ്ടാക്കുക എന്നുള്ളത് റമദാന്റെ അന്ന് തീരുമാനിച്ചാൽ പറ്റൂല. നേരത്തെ തന്നെ അതിന് വേണ്ട മുൻകരുതലുകളെല്ലാം ചെയ്ത് റമദാനിൽ ഫ്രീ ഉള്ള ഖൽബും സലീമോടെ സ്വസ്ഥമായി ഒരിടത്ത് പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഇബാദത്ത് എടുക്കാൻ പറ്റിയ പുരുഷന്മാർ പള്ളിയിലിരുന്നും സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് ഇബാദത്ത് എടുക്കാൻ പറ്റിയ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കണം. രണ്ടാമത് ഖൽബും സലീം എന്ന് പറഞ്ഞാൽ ഒരാളോടും പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത ഖൽബുണ്ടാകണം. ഒരാളോടും പക പാടില്ല. അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ് എന്ന് പറയും. എല്ലാവർക്കും പുറത്തു കൊടുക്കണം റമദാന്റെ മുമ്പ്. നമ്മളിങ്ങനെ പൊരുത്തപ്പെടിക്കൽ ഉപചാരമായിട്ട് പറയും, റമദാനെ വരുന്ന എല്ലാവരും പൊരുത്തപ്പെട്ടിരണം. നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കില്ല. ഖൽബിൽ ഒരാളോടും പകയും വിദ്വേഷവും വെറുപ്പും ഉണ്ടാകാൻ പാടില്ല. സലീമായ ഖൽബ്. ഒരാളോടും വിദ്വേഷമില്ലാത്ത, ഒരാളെയും വില കുറച്ച് കാണാത്ത, ഒരാളെയും കുറവാക്കി കാണാത്ത, അസൂയയില്ലാത്ത, കിബിറില്ലാത്ത നല്ല ഖൽബോടുകൂടെയാണ് റമദാനിലേക്ക് കടക്കേണ്ടത്. അല്ലാതിരുന്നാൽ റമദാനിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, കുന്നാ നഖാഫു അൻ നസ്തഖ്ബില ഹിലാല റമദാൻ. റമദാനിന്റെ മാസപ്പിറവി കാണുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ ഖൽബിൽ വല്ലവരോടുമുള്ള പക അവശേഷിക്കുന്നുണ്ടോ, വല്ലവരോടുമുള്ള ബാധ്യതകളുണ്ടോ എന്ന അസ്വസ്ഥത ഞങ്ങളുടെ ഖൽബിൽ ബാക്കിയായിരിക്കെ റമദാൻ ആകരുതേ എന്നാണ് ഞങ്ങളുടെ ഖൽബിൽ ഉണ്ടാകാറുള്ളതെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ, ഒരാളോടും പകയില്ലാത്ത, വെറുപ്പില്ലാത്ത ഖൽബോടെ റമദാനിലേക്ക് കടക്കാൻ നമുക്ക് കഴിയണം. ഖൽബിൽ പക വെച്ചുകൊണ്ട് റമദാനിലേക്ക് കടന്നിട്ട് കാര്യമില്ല. ഒരു റമദാനിന്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബറാഅത്ത് രാവ് കിട്ടാത്ത, ലൈലത്തുൽ ഖദ്ർ പോലത്തെ അനുഗ്രഹീതമായ രാത്രികൾ കിട്ടാത്ത ചില ആളുകളെ എണ്ണി പറയുന്നിടത്ത് ഒന്നാമത്തേത് മുശ്രിക്കായ മനുഷ്യന് കിട്ടൂല. അല്ലാഹു അല്ലാത്തവർക്ക് ശിർക്ക് ചെയ്യുന്ന, ആരാധനകൾ അനുഷ്ഠിക്കുന്നവർക്ക് കിട്ടൂല. രണ്ടാമത്തേത് കുഴപ്പക്കാർക്ക് കിട്ടൂല. കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുണ്ടാവും, സമൂഹത്തിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്ന ആളുകൾ. 3 ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ നിന്ദിക്കുന്നവർക്ക് കിട്ടൂല. ലൈലത്തുൽ ഖദ്റും ബറാഅത്ത് രാവും 3 യാസീൻ അല്ല 30 യാസീൻ ഓതിയിട്ട് കാര്യമില്ല. അവർക്ക് മാതാപിതാക്കളോട് തെറ്റിലാണ്, സഹോദരങ്ങളോട് തെറ്റിലാണ്, കുടുംബക്കാരോട്, ബന്ധുക്കളോട്, അയൽവാസികളോടൊക്കെ തെറ്റി നിന്നിട്ട് ഇനി ദിവസം നല്ല ആയുസ് മുഴുവൻ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. അബുൽ ലൈഥ് സമർഖന്ദി റളിയല്ലാഹു അൻഹു തംബീഹുൽ ഗാഫിലീൻ എന്ന ഗ്രന്ഥത്തിലും ഇമാം റാസി അവിടുത്തെ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിലുമെല്ലാം പറയുന്ന സംഭവമാണ് സയ്യിദുനാ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ കഥ. സക്കറാത്തിന്റെ സമയത്ത് കിടക്കുന്നു, മറദുമൗത്താണ് രോഗം, മരണാസന്നമായ രോഗമാണ്. സമീപത്തിരുന്ന് ഭാര്യ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നു.
പക്ഷേ അൽഖമ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ല. ഭാര്യയ്ക്ക് ബേജാറായി. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്തത്? വല്ലാത്ത വെപ്രാളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ആളവിടുന്നു. തങ്ങൾ ചില പ്രഗൽഭരായ സ്വഹാബികളെ പറഞ്ഞയക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുണ്ട്, അതുപോലെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ പ്രമുഖരായ സ്വഹാബികളെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരെല്ലാവരും അൽഖമ തങ്ങളുടെ സമീപത്ത് വന്നിട്ട് തഹ്ലീൽ ചൊല്ലിക്കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നു. അൽഖമ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് പോയി അവരെ വിവരം പറയുന്നു. നബിയെ, അൽഖമ ചൊല്ലുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ ചോദിക്കുന്നു, ഫഹല്ലഹു വാലിദാൻ, അൽഖമക്ക് മാതാപിതാക്കളുണ്ടോ? അവര് പറഞ്ഞു, ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ആ ഉമ്മയോട് വളരെ പെട്ടെന്ന് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണം. ഉമ്മാക്ക് ഇങ്ങോട്ട് വരാനുള്ള ശേഷിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം, ഞാൻ അവിടെ പോയി കണ്ടോളാം. കാരണം അത്രയും ഗൗരവതരമായ വിഷയമാണ്. ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നപ്പോ തങ്ങൾ ചോദിക്കാണ്, കൈഫ കാന അൽഖമ, അൽഖമ എങ്ങനെയാണ് ആള്? നിങ്ങളെ മോനെ അൽഖമ എങ്ങനെയുള്ള മനുഷ്യനാണ്? ഉമ്മ പറഞ്ഞു, നല്ല മനുഷ്യനാണ്, രാത്രി മുഴുവൻ നിസ്കാരമാണ്, പകല് സുന്നത്തായ നോമ്പുകളാണ്, എത്രയാണ് സ്വതക്ക കൊടുക്കുന്നതെന്നതിന് കയ്യും കണക്കുമില്ലാതെ സ്വതക്ക കൊടുക്കുന്ന നല്ല മനുഷ്യനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെനിക്കറിയാം. കൈഫ കാന അൽഖമതു മഅകി, അൽഖമയും നിങ്ങളും തമ്മിലുള്ള ബന്ധമെന്താണ്? നിങ്ങളുമായി അൽഖമ എങ്ങനെയാണെന്ന് ഉമ്മയോട് ചോദിച്ചപ്പോ ആ ഉമ്മ പറയുകയാണ്, എന്നോട് ചെറിയ അസ്വസ്ഥതയിലാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഒരു വിറക് കൊള്ളി ശേഖരിച്ചു കൊണ്ടുവരണം. വിറകിന്റെ കൂട്ടമായി വെച്ചതിന് തീ കൊടുത്തിട്ട് അൽഖമയെ അതിലേക്ക് വലിച്ചെറിയണം. ഉമ്മ സങ്കടപ്പെട്ടു, എന്റെ മോനെ അങ്ങനെ എറിയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ കണ്ടീഷനിൽ അൽഖമ മരണപ്പെട്ടു പോയാൽ ഇതിനേക്കാൾ ഭയാനകമായ ശിക്ഷയാണ് അൽഖമയെ നരകത്തിൽ കാത്തിരിക്കുന്നത്. ഉമ്മയുടെ തൃപ്തിയില്ലാതെ ഒരിക്കലും സ്വർഗത്ത് കടക്കാൻ പറ്റൂല. മാതാപിതാക്കളുടെ തൃപ്തി വേണം. ഉമാ ജന്നതുക വന്നാർ, ഉമ്മയും ഉപ്പയുമാണ് നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര നല്ല അമൽ ചെയ്തിട്ടും കാര്യമില്ല. റമദാനിൽ ഫുള്ള് പള്ളിയിലാവും. മാനായിട്ട് തെറ്റ്, പാപ്പാനായിട്ട് തെറ്റ്, കുടുംബക്കാരായിട്ട് തെറ്റ്. അതുകൊണ്ട് സലഫ് സ്വാലിഹീങ്ങൾ റമദാനിന്റെ മുന്നോടിയായി ഓർമ്മപ്പെടുത്തുന്നത് കാണാം, കുടുംബ ബന്ധം മുറിച്ചതാണെങ്കിൽ അത് വേഗം ചേർത്തിട്ട് റമദാനിലേക്ക് കടന്നാൽ മതി. കാരണം കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് കിടക്കില്ല. കുടുംബത്തിൽ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉമ്മയും ബാപ്പയും ഒക്കെ, അവരെ സ്വഭാവം അങ്ങനെയാണ്. അവരെ സ്വഭാവം എങ്ങനെയാണെങ്കിലും അത് അള്ളാഹു നമുക്ക് തന്ന പരീക്ഷണങ്ങളായി കാണണം. അല്ലാതെ അവരെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് ഒരു ഉമ്മയെയും വാപ്പയെയും വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കാനോ അവരെ അവഗണിക്കാനോ ഉള്ള ഒരു അവകാശമില്ല. അവരങ്ങനെ ആവാൻ പാടില്ല, അത് വേറെ വിഷയം. ഉമ്മയും ബാപ്പയും മക്കളിട്ട് ഇടങ്ങാറാക്കാൻ പാടില്ല, അതിനവർക്ക് കുറ്റം കിട്ടും. ഇനി അവരെങ്ങനെ പെരുമാറുകയാണെങ്കിലും അവരോടുള്ള സമീപനങ്ങളിൽ യാതൊരു നിലക്കുമുള്ള കോംപ്രമൈസ് ഉണ്ടാകരുത്. തെറ്റി നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മക്കൾക്ക് പുറത്തു കൊടുക്കണം. തെറ്റി നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് പുറത്തു കൊടുക്കണം. മാതാപിതാക്കളോട് പൊറുക്കലിനെ ചോദിക്കണം. അങ്ങനെ നല്ല രൂപത്തിലാണ് നമ്മൾ മാതാപിതാക്കളോടും കുടുംബങ്ങളോടും ഉണ്ടാകേണ്ടത്. അങ്ങനെയല്ലാതെ റമദാനിൽ കടന്നാൽ റമദാന്റെ അനുഗ്രഹീതമായ രാത്രികളെ ഉപയോഗപ്പെടുത്താൻ
പറയുന്നത് ലഹരി ഉപയോഗിക്കുന്നവർ, മുദ്മിന് ഖംറിൻ, പതിവായി കള്ള് കുടിക്കുന്ന, പതിവായി ലഹരി ഉപയോഗിക്കുന്നവർക്കും ലൈലത്തുൽ ഖദ്റിന്റെയും ബറാഅത്തിന്റെയും പുണ്യം കിട്ടൂല എന്നാണ്. അതുകൊണ്ട് എല്ലാ നിലയിലും നല്ല നിലക്കുള്ള ജീവിതം വേണം. റമദാനിന്റെ മുമ്പ് തന്നെ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാകണം. അഞ്ചാമത്തെ കാര്യം പറയുന്നത് ഖുർആനാണല്ലോ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന. ഖുർആന്റെ മാസമാണ് റമദാൻ. ഖുർആനിൽ നല്ല ജാഗ്രത ഉണ്ടാകണം. ഖുർആനോത്തിൽ നല്ല താല്പര്യങ്ങൾ ഉണ്ടാകണം. ഖുർആനോത്ത് ഒരു സാധാരണ ഖത്മിന്റെ സ്വഭാവം. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒരു ഗ്രന്ഥം തന്നെ തദ്ബിയാനു ഫീ ആദാബി ഹമലത്തുൽ ഖുർആൻ എന്നാണ് അതിന്റെ പേര്. തിബിയാൻ. ഖുർആനിനോട് പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അതിന്റെ ഒരു അധ്യായം ഖത്മുൽ ഖുർആനെ പറ്റിയാണ് പറയുന്നത്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? വഅൻ ബഅദിഹിം കാനൂ യഖ്തിമൂനൽ ഖുർആന ബികുല്ലി ശഹ്റൈൻ. ചില ആളുകൾ തുടങ്ങുന്ന അങ്ങനെ എല്ലാ 2 മാസം കൂടുമ്പോഴും ഖത്മ തീർക്കുന്ന ചില ആളുകൾ സലഫ് സ്വാലിഹീങ്ങളിലുണ്ട്. എല്ലാ 2 മാസം കൂടുമ്പോഴും ഖത്മ, അതിനേക്കാൾ കുറഞ്ഞിട്ട് ഖത്മ തീർക്കുന്നവരില്ല. 2 മാസം കൂടുമ്പോൾ ഒരു ഖത്മ തീർക്കണമെങ്കിൽ നമുക്ക് എത്ര സമയം വേണം? ഒരു ജുസ്ഇ ഓതാൻ അരമണിക്കൂറാണ് ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാൾക്ക് വേണ്ടത്. അരമണിക്കൂർ. ഒരു ജുസ്ഇ ഓതാൻ അരമണിക്കൂർ. അര ജുസ്ഇ ഓതാൻ 1/4 മണിക്കൂർ. ഈ 1/4 മണിക്കൂർ ഒരു ദിവസം 5 മിനിറ്റ് സുബഹിക്ക് ശേഷം, 5 മിനിറ്റ് ദുഹറിന് ശേഷം, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ദുഹറിന് ശേഷം വേണ്ട ജോലിയിലാണ്. ഒരു 10 മിനിറ്റ് ഇശാന് ശേഷം കൊടുത്താൽ 15 മിനിറ്റ് ഒരു ദിവസം കൊടുക്കാൻ നമുക്കില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു ഖത്മ തീരും. റമദാനിൽ തന്നെ മുക്കി മുരണ്ടിട്ട് ഒരു ഖത്മ തീരുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഒരു അരമണിക്കൂർ പോലും ഖുർആന് വേണ്ടി ഒരു ദിവസം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതിന്റെ അർത്ഥം. നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിനുശേഷം പറയുന്ന എല്ലാ മാസത്തിലും ഖത്മ തീർക്കുന്നവർ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇൻഡോറിലെ മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന പ്രദേശത്ത് പോയി. അവിടെ വലിയ ബിസിനസ് സമ്പന്നനായ ഒരു ബിസിനസ്സുകാരൻ മഖ്സൂദ് ഭായ് എന്ന് പറയുന്ന പാക്കീസ ഗ്രൂപ്പിന്റെ ഒരു MD-യെ കണ്ടുമുട്ടി. അയാളുടെ ഒരു ദിനചര്യയുണ്ട്. എന്ത് തിരക്കാണെങ്കിലും ഒരുപാട് സ്ഥാപനങ്ങൾ അയാൾക്കുണ്ട്. സ്കൂളുകളായും മാളുകളായും വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളും സാമ്രാജ്യങ്ങളുമായി ജീവിക്കുന്ന അയാൾക്കൊരു ചിട്ടയുണ്ട്. ആ ചിട്ട എന്താണ്? ഒരു ജുസ് ഓതാതെ അയാൾ കിടന്നുറങ്ങൂല. ഏതെങ്കിലും നിലയ്ക്ക് രാത്രി തീർന്നില്ലെങ്കിൽ അത് തീർത്തിട്ട് അയാൾ അരമണിക്കൂർ ഓതിയിട്ട് കിടന്നുറങ്ങും. ഒരു ദിവസം ഒരു ജുസ്. അരമണിക്കൂർ ദുനിയാവിന് വേണ്ടി ബാക്കിയുള്ളതൊക്കെ കൊടുക്കുമ്പോൾ ഒരു അരമണിക്കൂർ ഖുർആൻ ഓതാൻ വേണ്ടി കൊടുത്തൂടെ? അത് ചിന്തിക്കുമ്പോൾ, അങ്ങനെ ഖുർആന് കൊടുക്കുമ്പോൾ അതിന്റെ ബർക്കത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മളൊരു അരമണിക്കൂർ, 1/4 മണിക്കൂർ സുബഹിക്ക് ശേഷം, 1/4 മണിക്കൂർ മഗ്‌രിബിന് ശേഷം കൊടുത്താൽ തന്നെ ഒരു ദിവസം ഒരു ജുസ് ഓതാം. നമ്മൾ ഓതുന്നില്ല. അപ്പൊ ഖുർആനിനോടുള്ള ബന്ധം നമുക്ക് അങ്ങനെ ആയപ്പോരാ. റമദാനിൽ എപ്പോഴെങ്കിലും എടുത്തു നോക്കുന്ന ഒരു സാധനമാകരുത് നമുക്ക് ഖുർആൻ. ഖുർആനിനോടുള്ള ആദബുകളിൽ ഏറ്റവും പ്രധാനമാണ് എല്ലാ ദിവസങ്ങളിലും ഖുർആൻ ഉണ്ടാകണം. നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമുള്ള പരിഹാരം അത് പരിശുദ്ധ ഖുർആനാണ്. നരകത്തിലെത്തീനെ ഭയപ്പെട്ടിട്ടാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ ഭയാനകമായ നരകത്തിലെത്തിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ആലോചനയോടെ, എന്ന തീവ്രമായ വിചാരത്തോടെയാണ് ആരെങ്കിലും ഖുർആൻ ഓതുന്നതെങ്കിൽ അത് ആ നരകത്തിലെത്തീനെ കെടുത്തി കളയാനുള്ള പവർ പരിശുദ്ധ ഖുർആനിനുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു എത്ര സംഭവങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. മൂസാ നബി അലൈഹിസ്സലാം
നാശത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനോട് പറയുന്ന, മൂസാ നബിയോട് പറയുന്ന ഒരു വാക്യം ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. യാ മൂസാ ലഅല്ലക തുരീദു ഇഹ്ലാക വ അൻത തൻദുറു ഇലാ കുഫ്രിയതിഹി വ ലാ അൻദുറു ഇലാ മാ കതബഹു അലാ ബാബി. മൂസാ, നീ ഫിർഔനിന്റെ കുഫ്രിയത്തിലേക്ക് നോക്കിയിട്ട് അവൻ നശിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവന് പ്രൊട്ടക്ഷൻ നൽകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം അവന്റെ സിംഹാസനത്തിന്റെ മുകളിൽ അവൻ എഴുതി വെച്ച ഒരു വാക്കാണ്. കൊട്ടാരം പണിതപ്പോൾ ആ കൊട്ടാരത്തിന്റെ മുന്നിൽ തന്നെ ബിസ്മില്ലാഹ് എന്ന് ഫിർഔൻ എഴുതി വെച്ചു. അത് ആ കൊട്ടാരത്തിന് സംരക്ഷണം കൊടുക്കാൻ കാരണമായി എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഖുർആൻ എഴുതി വെച്ചാൽ അത്ര പവർ ഉണ്ടെങ്കിൽ അത് ഓതിയാലുള്ള പവർ, കഴിവ് എത്രയാണ്? എല്ലാ രോഗങ്ങളെയും കെടുത്തിക്കളയാനുള്ള പവർ പരിശുദ്ധ ഖുർആനിനുണ്ട്. എന്താണ് രോഗം? ഏറ്റവും വലിയ രോഗം എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ രോഗമാണ് ഏറ്റവും വലിയ രോഗം. നന്മകളിലേക്കുള്ള ഒരു വിചാരമില്ല. ഇമാം അബ്ദുല്ലാഹി അൽ-ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന അവ്വല ത്വരീഖി ബാഇസുൻ ഖവിയ്യുൻ യുഖ്ദഫു ഫീ ഖൽബിൽ അബ്ദി യുസ്ഇജുഹു വ യുഖ്ലിബുഹു അലൽ ഇഖ്ബാലി ഇലാ ത്വഅത്തില്ലാഹ്. ഇമാം അബ്ദുല്ലാഹി അൽ-ഹദ്ദാദ് ഖുതുബുദ് ദഅവത്തി വൽ ഇർഷാദ് ബഹുമാനപ്പെട്ടവർ പറയാൻ, അല്ലാഹുവിലേക്കുള്ള വഴികളിൽ ഒന്നാമത്തെ വഴി നമ്മുടെ ഖൽബിൽ ഉണ്ടാകുന്ന തീവ്രമായ ഒരു വിചാരമാണ്. എന്താണ് ആ വിചാരം? എനിക്ക് നന്നാവണം, നന്നായി ജീവിക്കണം, നേരത്തെ നിസ്കരിക്കണം, ഖുർആൻ ഓതണം. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഖൽബിലുണ്ടോ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കിട്ടലാണ്. നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. അബ്ദുല്ലാഹി അൽ-ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഅലൽ മുരീദി അൻ യജ്തഹിദ ഫീ തഖ്വിയതിഹി വഹിഫ്ളിഹി. നമ്മൾ അങ്ങനെ ഒരു വിചാരം നമ്മുടെ ഖൽബിൽ ഉണ്ടായി കിട്ടിയാൽ, നന്നാവണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഖൽബിലുണ്ട്, ആ ചിന്ത നമുക്ക് അല്ലാഹ് തന്ന വലിയ നിഅമത്താണ്. അബ്ദുല്ലാഹി അൽ-ഹദ്ദാദ് തങ്ങൾ തന്നെ പറയുന്നുണ്ട്, എത്ര മനുഷ്യന്മാരാണ് 80 കൊല്ലം ജീവിച്ചവർ, 100 കൊല്ലം ജീവിച്ച മനുഷ്യർ എത്രയുണ്ട്? ഒരു തവണ പോലും അങ്ങനെ ഒരു ആലോചന ഖൽബിൽ വന്നുപോയിട്ടില്ലാത്ത മനുഷ്യർ, നന്നാവണം എന്നുള്ളൊരു അമലില്ലാത്ത, ഒരു തോന്നലില്ലാത്ത, ഈ റമദാനിൽ നല്ല അമലുമായി അല്ലാഹുവിനോട് അടുക്കണം എന്ന് ഒരിക്കൽ പോലും ആലോചന വന്നിട്ടില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്? നമുക്ക് അല്ലാഹു അങ്ങനെ തോന്നിപ്പിച്ചു തന്നില്ലേ? ഒന്ന് നന്നാവണം, ഒന്ന് പടച്ചവനോട് അടുക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഖൽബിൽ അല്ലാഹു ഇട്ട് തന്നത് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള വലിയൊരു നിഅമത്താണ്. ആ നിഅമത്തിനെ നമ്മൾ ഊതി വീർപ്പിച്ച് ശക്തിപ്പെടുത്തണം. എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടത്? അദ്ദിക്രിലില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലായി, ഫിക്റിലായി കൊണ്ട് ശക്തിപ്പെടുത്തണം. അതിനെ ശക്തിപ്പെടുത്താനുള്ള വഴി ദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതദാമുഉ ബിസ്സഹ വമുജാലസാതു സ്സാലിഹീനൽ ഫുദ്ദലാ. ജീവൻ കിട്ടും. ഖുർആൻ ഇങ്ങനെ ഓതിയാൽ നമ്മുടെ ഖൽബ് ഹയാത്താവും. ഖുർആൻ ഇല്ലാത്തതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം കാണാം, ഇഹിയയിൽ കാണാം. അല്ലാഹുവിനോട് അടുക്കാനുള്ള വഴി എന്താണ് എന്ന് ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു പറയുന്നു, ബി കലാമി യാ അഹ്മദ്, ഖുർആൻ കൊണ്ടാണ് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുക. അല്ലാഹുവിനോട് ഏറ്റവും അടുക്കാൻ പറ്റുന്ന കാര്യം ബി കലാമി. അവ ചോദിച്ചു, ബി ഫഹ്മിൻ ഔ ബി ഗൈരി ഫഹ്ം, അർത്ഥം അറിഞ്ഞു ഓതണോ, അർത്ഥം അറിയാതെ ഓതിയാലും അല്ലാഹുവിനോട് അടുക്കാൻ പറ്റുമോ? അപ്പൊ മറുപടി ബി ഫഹ്മിൻ വ ബി ഗൈരി ഫഹ്മിൻ, അർത്ഥം അറിഞ്ഞു ഓതിയാലും കുഴപ്പമില്ല, അറിയാതെ ഓതിയാലും കുഴപ്പമില്ല, ഇത് റബ്ബിന്റെ കലാമാണ് എന്ന ഒരു വിചാരത്തോടെ ആരെങ്കിലും ഖുർആൻ എടുത്ത് വെച്ച് ഓതിയാൽ ദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതു ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. ഖുർആൻ ഇങ്ങനെ ഓതിയാൽ അവരെ ഖൽബിന് എല്ലാ
ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഓതാം. ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഖത്മ് തീർത്തിട്ട് റമദാനിൽ പുതിയൊരു ഖത്മ് തുടങ്ങാം. ഇനി അങ്ങനെയല്ല, ഓതുന്ന ഖത്മ് നിർത്തിവെച്ചിട്ട് തലക്കന്ന് വേറെ ഖത്മ് റമദാനിൽ തുടങ്ങാം. ഇതേ ഖത്മ് തന്നെ തുടരും ചെയ്യാം. ഖുർആൻ റമദാനിൽ ഓതുക എന്നതാണ്. ഈ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്മ് ഖുർആൻ റമദാനിൽ അങ്ങനെ തന്നെ തീർക്കാം, അതിനൊന്നും പ്രശ്നമല്ല. ഇനി അതവിടെ നിർത്തി വെച്ചിട്ട് അടയാളം വെച്ചിട്ട് തലക്കന്ന് തുടങ്ങി റമദാനിൽ പുതിയൊരു ഖത്മ് തുടങ്ങി അതങ്ങനെ പൂർത്തീകരിച്ച് റമദാൻ കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കി ഖത്മ് അങ്ങനെ ഓതാം. ഏറ്റവും നല്ലത് ആ തുടർന്ന് വരുന്ന ഖത്മ് അങ്ങനെ തീർത്തിട്ട് അടുത്ത ഖത്മ് തീർക്കുക. അങ്ങനെ അങ്ങനെ ഒരു ഖത്മ് പൂർത്തീകരിച്ച് അടുത്ത ഖത്മിലേക്ക് നീങ്ങുക എന്നതാണ്. അപ്പോ ആ മഹാന്മാരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അധികവും വിത്ർ നിസ്കരിക്കാൻ നിന്നാൽ ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടുമായിരുന്നു. ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് അതിന്റെ രസത്തിൽ അറിയൂല. ഉടച്ചോനെ ബാങ്ക് കൊടുത്തല്ലോ എന്ന് പിന്നെ ഓതി ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടേണ്ടി വരുമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനൊക്കെ എല്ലാ ദിവസവും ഖത്മ് തീർക്കുന്ന മഹാന്മാരെ കൂട്ടത്തിൽപ്പെട്ടവരാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹു, മുഖാത്തിൽ റളിയല്ലാഹു അൻഹു, അതാദ് ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഖുർആനിന് വേണ്ടി സമയം വിനിയോഗിച്ചവരാണ്. ഇവർക്കൊക്കെ കിട്ടിയ പ്രാധാന്യം എത്രയാണ്, എത്ര വലിയ ദറജകളിലാണ് അവരെത്തിയത്. ഖുർആൻ ആലിമുൽ ഖുർആൻ എന്ന് പറയുന്നവരാണ്, ഖാരിഉൽ ഖുർആൻ എന്ന് പറയുന്നവരാണ്. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുർആൻ കൊണ്ട് വലിയ സ്ഥാനം അല്ലാഹു നൽകിയവരാണ്. അർശിൽ മലകുൽ അലയിൽ അല്ലാഹു ഖുർആൻ കൊണ്ട് പേര് പറഞ്ഞു. മലകുൽ അല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന വരെയാണ്. ലം യകുലില്ലദീന കഫറു എന്ന സൂറത്ത് അങ്ങ് കഅബ് ഇബ്നു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിക്കണം. അപ്പൊ തങ്ങള് ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളെ വീട്ടിലേക്ക് വന്നിട്ട് പറയാണ്, ഇന്നത്തെ ദിവസം നീ കൊണ്ടല്ലോ ഉബയ്യേ. അപ്പൊ എന്താ കാര്യം? അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലം യകുലില്ലദീന കഫറു എന്ന സൂറത്തുൽ ബയ്യിന നിനക്ക് ഓതി കേൾപ്പിക്കാൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, അസമ്മാനി റബ്ബി ഫിൽ മലഇൽ അഅല, ആർക്കെങ്കിലും ഓതി കൊടുത്താൽ മതി എന്നാണോ പറഞ്ഞല്ലോ? ഉബയ്യ് ഇബ്നു കഅബ് എന്നുള്ള പേരെന്നെ മലഉൽ അഅലയിൽ പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞു, ആർക്കെങ്കിലും ഓതി കൊടുക്കാനല്ല, ഉബയ്യ് ഇബ്നു കഅബിനെ തന്നെ ഓതി കേൾപ്പിക്കാൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് വലിയ അംഗീകാരമാണ്. ഖുർആനുമായി ഇങ്ങനെ ഇടപഴകിയപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ ഇന്നക ഗുലാമുൻ മുഅല്ലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തവരാണ്. അപ്പോൾ റമദാനിൽ നമ്മുടെ ഏറ്റവും വലിയ വിഭവം അത് പരിശുദ്ധ ഖുർആനാകണം. ഖുർആൻ ധാരാളമായി ഓതണം. അത് ഒരു ദിവസത്തിൽ സമയം വെച്ചുകൊണ്ട് നിർണയിച്ച ജുസുകൾ നിർണയിച്ചുകൊണ്ട് തന്നെ ഓതി പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ റമദാൻ ആകുമ്പോഴേക്ക് ധാരാളം ഖത്മുകൾ ഉണ്ടാകണം. ആ ഖത്മുകൾ നമ്മുടെ ഖൽബിനെ ജീവിപ്പിക്കും. ആ ഖൽബിനെ ജീവിപ്പിച്ചു കിട്ടിയാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും വലിയ ദറജക്ക് കാരണമാകും. ഖുർആൻ നമുക്ക് ഖബറിൽ ഏറ്റവും നല്ല കൂട്ടാകും. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിത പടുക്കളുടെ ഉസ്താദാണ്. ഒരുപാട് മഹോന്നതരായ ആളുകൾക്ക് ഹദീസ് ചൊല്ലിക്കൊടുക്കുന്ന നേതാവാണ്. പക്ഷേ റമദാൻ മാസമായാൽ തറക മുദാകറത്തുൽ ഹദീസ് വമുജാലസതഹാ വമുജാലസതിഹി, ബഹുമാനപ്പെട്ടവരെല്ലാ ഹദീസിന്റെ ദറസുകളും നിർത്തിവെച്ചിട്ട് വകാന യുഖ്ബിലു അലാ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടി എല്ലാ സമയവും ചെലവഴിക്കുമായിരുന്നുവെന്നാണ്. അങ്ങനെ ഖുർആനിന് വേണ്ടിയുള്ള സമയമുണ്ടാകണം. ഖുർആൻ ഓതാൻ വേണ്ടി സമയം നമ്മൾ മാറ്റിവെക്കണം. റമദാൻ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആനാണ്. ഖുർആനിൽ നമ്മൾ എൻഗേജ് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് ഖുർആൻ കൊണ്ട് നമുക്ക് നൽകും. എത്രയോ അഹിമ്മത്ത് അങ്ങനെ കാണാം. ബഹുമാനപ്പെട്ട സുഫിയാൻ തൗരി തറക ജമീഅൽ ഇബാദ, രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവരാണ് സുഫിയാൻ തൗരി റളിയല്ലാഹു അൻഹു. പക്ഷേ റമദാൻ ആയാൽ എല്ലാ ഐച്ഛികമായ ആരാധനകൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഫുൾ ടൈം ഖുർആൻ തിലാവത്ത്.
ഖുർആൻ ഖത്മ തീർക്കുന്നതിൽ നല്ല ജാഗ്രത ഉണ്ടാവും. ഒരു ഖത്മെങ്കിലും തീർക്കാത്ത എത്ര എത്ര നിർഭാഗ്യവാന്മാരായ മനുഷ്യർ നമ്മളെ കൂടെ ഉണ്ട്. റമദാനിൽ വല്ലാത്തൊരവസ്ഥയാണ്. തകർന്ന വീട് പോലെയാണെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ പിന്നെ ഒന്നുമില്ല. അവരുടെ ഹൃദയത്തിൽ ഖുർആൻ ഇല്ലാതിരുന്നാൽ പിന്നെ അല്ലാഹുവുമായി എങ്ങനെ ബന്ധം സ്ഥാപിക്കാം? ഇപ്പൊ നേരത്തെ തന്നെ കാലം കൂട്ടി തീരുമാനിച്ച് ഒരു ജുസ് ഓതാൻ അരമണിക്കൂർ മതി. റമദാനിൽ അരമണിക്കൂർ എടുത്ത് ഒരു ജുസ് ഓതിയാൽ തന്നെ ഒരു ഖത്ം എന്തായാലും പൂർത്തിയാക്കാൻ പറ്റും. അരമണിക്കൂറൊന്നല്ലല്ലോ റമദാനിൽ നമ്മൾ ചെലവാക്കുക. ഓരോ നിസ്കാരത്തിന്റെ മുമ്പും ബിംബൊക്കെ ആയിട്ട് ഒരു ജുസ് ഓതുക. 1/4 മണിക്കൂർ നേരത്തെ പള്ളിയിലെത്തുക, നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 1/4 മണിക്കൂർ കൂടി ഇരുന്ന ഓരോ വഖത്തില് ഒരു ജുസ് ഓതാൻ പറ്റും. അങ്ങനെ 5 ജുസ് ഒരു ദിവസം ഓതിയാൽ എത്ര ഖത്മ് നമുക്ക് ഖുർആൻ ഖത്മ് തീർക്കാൻ പറ്റും? വളരെ പെട്ടെന്ന് തന്നെ ഖത്മുകൾ ധാരാളമായി നമുക്ക് തീർക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നല്ല ഖുർആനിലുള്ള ജാഗ്രത നമ്മളിൽ ഉണ്ടാകണം. വീടുകളിൽ നല്ല നല്ല ആത്മീയമായ വിചാരങ്ങളുള്ള റമദാനാകണം. ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല. മുഹമ്മദ് ബിൻ അംറിൻ അൽ ഗസ്സി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത് കാണാം. കാന യദ്ഖുലു അക്ലതൈൻ. റമദാൻ മാസമായ 2 നേരം മാത്രമേ തിന്നുള്ളൂ. ഇന്നിപ്പോ മൊത്തം രാത്രി തിന്നലാണ്. പകല് പട്ടിണി കിടക്കാൻ പറഞ്ഞ റബ്ബിനോടുള്ള പ്രതികാരം തീർക്കല രാത്രി. നോമ്പ് തുറക്കുമ്പോൾ തന്നെ 2-3 നേരം. അത് കഴിഞ്ഞിട്ട് തറാവീഹിന് പോകുമ്പോൾ അത് തറാവി കഴിഞ്ഞു വന്നിട്ട് പിന്നെ ബീച്ചിലൂടെയൊക്കെ ഫുഡ് ഫെസ്റ്റിവലാണ്. റമദാൻ ഉണ്ടായാൽ പല രൂപത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് നമ്മൾ. അങ്ങനല്ല, റമദാനിൽ ഫുഡുകൾ ശഅബാനിൽ തന്നെ ഭക്ഷണത്തിന്റെ തോത് ഇങ്ങനെ കുറച്ചുകൊണ്ടായിരുന്നു. ഇന്നലെ മിഞ്ഞാന്നിന്റെ വേദന എടുത്തെന്ന് പറഞ്ഞു. പിന്നെ ശഅബാനാണ്, റമദാന വരെ നന്നായിട്ട് തിന്നോളിഞ്ഞ് പിന്നെ റമദാനായ തിന്നാൻ പറ്റില്ല. അങ്ങനല്ല, റമദാൻ ശഅബാനാണ് തീറ്റ കുറച്ച് കൊണ്ടുവരണം. കാരണം അപ്പൊ റമദാന് നോമ്പിനൊക്കെ ഒരു സുഖം ഉണ്ടാവും, നോമ്പിനൊക്കെ നല്ലൊരു സുഖം ഉണ്ടാവും. മറ്റേ ശഅബാനാണ് ഇനി റമദാന വരാൻ പോകണമെന്നിട്ട് ഉള്ളതൊക്കെ തിന്നാൽ പിന്നെ നോമ്പ് ഭയങ്കര ക്ഷീണായിരിക്കും. ഇപ്പൊ ശഅബാനിൽ ഇങ്ങനെ തീറ്റ കുറച്ച് കൊണ്ടുവന്ന്, കാരണം തീറ്റ കുറക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. മുത്തനബി പറഞ്ഞില്ലേ, 3 കാര്യങ്ങൾ ഹൃദയത്തെ കടുപ്പിക്കും. ഒന്ന് കസ്റത്തുൽ കലാം വകസ്റത്തുൻ നൗം വകസ്റത്തുൽ തആഖിൽ. 3 കാര്യങ്ങൾ. ഒന്ന് കൂടുതൽ തിന്നുക, കൂടുതൽ സംസാരിക്കുക, കൂടുതൽ ഉറങ്ങുക. ഇതുണ്ടായ കൽബിലേക്ക് ഒന്നും കടക്കൂല. കൂടുതൽ ഇങ്ങനെ തിന്നിട്ട ആളിങ്ങനെ പിന്നെ ആ തിന്നതിന് ഏമ്പക്കം വിടുക എന്നല്ലാതെ ഓനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ലൈലത്തുൽ ഖദ്റും വെള്ളിയാഴ്ച രാവ് ഒരുമിച്ച് വന്നാൽ ഓനക്ക് ഏമ്പക്കേ വരുള്ളൂ, ഓനക്ക് കണ്ണിന്ന് കണ്ണീര് വരില്ല. അപ്പൊ തീറ്റ കുറച്ച് കുറക്കണം. അതുപോലെ തന്നെ ഉറക്കം കുറക്കണം. ഓൻ ഏത് സദസ്സ് പോയാലും ഉറങ്ങലാവും. ലൈലത്തുൽ ഖദ്ർ വന്നാലും ഓനക്ക് ഉറങ്ങിയാൽ മതി. അങ്ങനെ ഉണ്ടാവും. കസ്റത്തുൽ നൗം ഉണ്ടായാൽ, കസ്റത്തുൽ കലാം അപകടം ചെയ്യുന്ന, ഹൃദയത്തെ കടുപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ തീറ്റ കുറച്ച് ഇങ്ങനെ കൊണ്ടുവരണം. റമദാനിലേക്ക് ഒരുങ്ങാൻ രാത്രി നമ്മൾ തീരുമാനിക്കുക, നമ്മൾ കുറച്ചേ തിന്നുള്ളൂ. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ അത്താഴത്തിന്റെ സമയത്തും അല്പാൽപമായി തിന്ന ഇബാദത്തുകൾക്ക് കൂടുതൽ ഔത്സുക്യം നമ്മൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വിശദമായി രേഖപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ ആയാൽ സ്വതക്ക കൊടുക്കും, നല്ലോണം സ്വതക്ക കൊടുക്കും. ചിലർ പറയും സുന്നിപ്പള്ളിയിൽ പോകാൻ പറ്റില്ല, അവിടെ നിന്ന് പിരിവാണ്. ആ പിരിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദത്താണ്. ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ ദിവസവും നബി തങ്ങളുടെ അടുത്ത് വരും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോഴൊക്കെ അടിച്ചു വീശുന്ന കാറ്റ് പോലെ സ്വതക്ക അങ്ങനെ കൊടുക്കുമായിരുന്നു. എല്ലാവർക്കും സ്വതക്ക കൊടുക്കുന്നു. കാരണം സ്വതക്ക എന്നുള്ളത് 5-8 കാരണങ്ങൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ റമദാനിൽ സ്വതക്ക കൊടുക്കുന്നതിന്റെ പ്രത്യേകതകളായിട്ട് പറയുന്നു. സ്വതക്ക കൊടുക്കാൻ നമ്മുടെ മനസ്സ് വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. ഇബ്നു അബി ദുനിയ മഖായിദു ശൈത്താൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറയട്ടെ. യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരിക്കൽ കണ്ടുമുട്ടി, അവന്റെ കോലത്തിൽ കണ്ടുമുട്ടി. അപ്പൊ അവനോട് ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക വ അയ്യുന്നാസി അബ്ഗദു ഇലൈക, നിനക്ക് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്, ഏറ്റവും ദേഷ്യമുള്ള ആളാരാന്ന് ചോദിച്ചു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, അഹബ്ബുന്നാസി ഇലയ്യ അൽ മുഅ്മിനുൽ ബഖീൽ വ അബ്ഗദുന്നാസി ഇലയ്യ അൽ ഫാസിഖുസ് സഖീ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മുഅ്മിനായ പിശുക്കനാണ്, നല്ല പിശുക്കനാണ്. ആള് നല്ല നിസ്കാരത്തിന് മുന്നേ സഫിൽ ഉണ്ടാവും,
പക്ഷെ അവിടെ മുത്തനൂർ തങ്ങൾ വരുന്ന പിന്നെ വേറെ പള്ളി കുടിക്കും. അവിടെ ചില പൈസ കൊടുക്കേണ്ടി വരും, അവിടെ എന്തോ പൈസ കൊടുക്കേണ്ടി വരും. ചിലരുണ്ടാവും റമദാനായാലും മക്കത്തേക്കും അതിന് ഉംറക്ക് പോകും, കാരണം പിരിവേര് വരുന്നുണ്ട്. അത് മുഅ്മിനുൽ ബഖീൽ ഇബ്ലീസിന് നല്ല ഇഷ്ടമാണ്. കാരണം ആ ബുഖ്ലിത്തരണ്ടായാൽ പിഷ്കത്തരണ്ടായാലും അവനെ കഴിപ്പിക്കാൻ സുഖം. പൈസ ചെലവുണ്ടാവും പറഞ്ഞാൽ അവിടെ ആൾ പോകില്ല. എന്നാൽ ഫാസിഖ് സഹിയാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾ. ഓൻ ഫാസിഖാണ്, തെറ്റൊക്കെ ചെയ്യും ഇടക്കിടക്ക്, പക്ഷെ പൈസ കൊടുക്കുന്നിടത്ത് ഒരു മടിയില്ല. ഓൻ എനിക്ക് പേടിയാണ്, ഭയങ്കര ദേഷ്യം. കാരണം അവന്റെ ഈ പണത്തിന്റെ ഈ ദാനധർമ്മം അവനെ മരിക്കുന്നതിന് മുമ്പ് എന്തായാലും നന്നാക്കും. അവൻ ഈമാൻ സലാമത്താകാൻ അത് കാരണമാകും. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എനിക്ക് പേടിയാണ്. മറ്റൊരു എങ്ങനെ അമലെടുത്താലും അവന്റെ മുതലുത്തരം കൊണ്ടോ അവന്റെ പിഷ്കത്തരം കൊണ്ടോ അവനെ രക്ഷപ്പെടുത്താൻ, അവനെ ചതിയിൽപ്പെടുത്താൻ എനിക്ക് സുഖമാണ് എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി യഹ്യാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത് ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു മഖായിദു ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ നന്നായി സ്വതക്ക കൊടുക്കാൻ കണ്ടുവെക്കണം. ഒരാൾ ചോദിച്ചു വരുമ്പോൾ അവരെ മടക്കാൻ പാടില്ല. അവരെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ വള കണ്ടാൽ പോലും നിങ്ങൾ അവരെ ഒന്നുകിൽ എന്തെങ്കിലും ചെറുതു കൊടുക്കുക, അല്ലെങ്കിലോ അവരോട് എന്തെങ്കിലും ഒരു നല്ല വർത്തമാനം ഇല്ല എന്നാൽ ഒരു നല്ല വർത്തമാനം ഉണ്ടെങ്കിലും അവരെ മടക്കണം എന്നാണ് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ ഇതിന്റെയൊക്കെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നല്ലോണം സ്വതക്ക കൊടുക്കാൻ കരുതി വെക്കണം. റമദാനിന്റെ ഓരോ ദിവസങ്ങളിലും നമ്മൾ സ്വതക്ക കൊടുക്കുകയും വേണം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ റമദാൻ അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന നല്ല സ്വാലിഹീങ്ങളുടെ റമദാനാക്കി അല്ലാഹു നമ്മുടെ റമദാനിനെ മാറ്റിത്തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഫമോളുടെ ആ രോഗം അല്ലാഹുവിനെ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. മജ്ജ മാറ്റിവെച്ച് ചികിത്സയിലാണ് റബ്ബേ. നീ പൂർണ്ണമായ ആരോഗ്യം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. വിശുദ്ധ റമദാനാണ് വരുന്നത്, തിങ്കളാഴ്ച രാവാണ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ നല്ല റാഹത്തും സന്തോഷവും ആ കുടുംബത്തിന് നൽകണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഈ മഹല്ലിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ള സകല രോഗികൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ തീർക്കണേ റഹ്മാനെ. ഒരുപാട് ഉദ്ദേശങ്ങൾ ഉള്ളവരുണ്ട്. റമദാനാണ് മുന്നിൽ വരുന്നത്, അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ.